നഗരത്തിന്റെ പ്രക്ഷോഭകാരികളുടെ രക്ഷാധികാരി. എന്നാൽ പ്രക്ഷോഭകാരികളുടെ മാത്രം രക്ഷാധികാരിയല്ല, കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ രക്ഷാധികാരി കൂടിയാണ് സഖാവ് വി ശിവൻകുട്ടി. ഈ അടുത്ത കാലയളവിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ അത്രമേൽ ജനപ്രീതി നിറഞ്ഞ പ്രസ്താവനകളായി. നിങ്ങൾ നോക്കൂ, കുട്ടികൾ അവർ ആദ്യത്തെ 2 ആഴ്ച കാലം സ്കൂളിലേക്ക് എത്തിയപ്പോൾ അവർ പഠിച്ചത് മാനവികതയുടെ പാഠങ്ങളായി, മൂല്യങ്ങളുടെ പാഠങ്ങളായി. കുട്ടികളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരോട് ക്ലാസ് മുറിയിൽ വെച്ച് ഫീസ് ചോദിക്കരുത്. പഠനയാത്രയ്ക്ക് പണമില്ല എന്നതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാവരുത്. കുട്ടികളോട് മാന്യമായി ഇടപഴകണം. വിവേചനപരമായ ഇടപെടൽ ഉണ്ടാവരുത്. കുട്ടികളെ ബോഡി ഷേമിംഗ് ചെയ്യരുത്. അങ്ങനെയൊക്കെ വളരെ വിദ്യാർത്ഥി സൗഹൃദപരമായ ആശയങ്ങളാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. നോക്കൂ, അടുത്ത വർഷം വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, കളരിപ്പയറ്റ് കായിക ഇന മത്സരങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, കുട്ടികളുടെ ബാഗിന്റെ വെയിറ്റ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥി സൗഹൃദപരമായ ധാരാളം ആശയങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെച്ചു. ഈ ഒടുവിൽ 2 അച്ഛനമ്മമാർ കുട്ടികളോട് മോശമായി പെരുമാറുന്നത്, അവരെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ അദ്ദേഹം കർശനമായ നടപടിയാണ് സ്വീകരിച്ചത്. മാത്രമല്ല, അത്തരം കുട്ടികളെ നേരിട്ട് പോയി സന്ദർശിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്തു. ഇത്തരത്തിൽ അദ്ദേഹത്തെ പുച്ഛിച്ചവർക്ക് പോലും, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഈ മന്ത്രിയാണോ എന്ന് ചോദിച്ചവർക്ക് പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സൗഹൃദപരമായ നിലപാടുകളാണ്.